22 കൊല്ലം പഴക്കമുള്ളതല്ല, എല്ലാം പുതിയത്. പുതിയ വണ്ടി, പുതിയ ബൈക്ക് എല്ലാം ആയിരിക്കും വാങ്ങുന്നത്. പഠിപ്പിക്കുന്ന KSRTCയിൽ തന്നെ ഇതിന് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരുണ്ട്. പണം അടയ്ക്കാം. ഇന്ന് ഡ്രൈവിംഗ് സ്കൂളുകൾ നൽകുന്നതിനേക്കാൾ കുറഞ്ഞ റേറ്റ് ആയിരിക്കും. ഡ്രൈവിംഗ് ടെസ്റ്റ് അവിടെ തന്നെ ആയിരിക്കും. അഴിമതിയും കൈക്കൂലിയും നടക്കില്ല. ആ ലൈസൻസ് എടുക്കുന്ന ആൾ റോഡോട് ഇറങ്ങി അവിടെ കിടക്കുന്ന ഒരു കാർ എടുത്ത് ഓടിച്ചു പോവാം. എല്ലാ സൗകര്യം ഉണ്ടാവും. അതായത് വണ്ടി, ലൈൻ ട്രാഫിക് എല്ലാം ഉണ്ട്. ഹെവി ലൈസൻസും കൊടുക്കും. കാരണം ഹെവി ലൈസൻസ് കൊടുക്കാൻ ഞങ്ങൾക്ക് ഇൻസ്ട്രക്ടർമാരും ഉണ്ട്, ഇഷ്ടംപോലെ വണ്ടിയും കിടക്കില്ലേ. KSRTC സ്വന്തമായിട്ട് ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാൻ പോവാ. അത് റോഡ് സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ്. അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നല്ല നിലവാരമുള്ള ഒരു ലൈസൻസ് കൊടുക്കണം എന്ന് പറയുമ്പോൾ പല ഭാഗത്തും അതിന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന ചില ആളുകളെ നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് KSRTC ഉത്തരവാദിത്തപ്പെട്ട വളരെ പരിചയസമ്പന്നരായ വിദഗ്ധരായ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ക്വാളിഫിക്കേഷനുള്ള ആളുകൾ KSRTCയിലുണ്ട്. അവരെ ഉപയോഗിച്ചിട്ട് നല്ലൊരു ഡ്രൈവിംഗ് സ്കൂൾ, അതായത് സിമുലേറ്ററിലാണ് ആദ്യം പഠിക്കുന്നത്, റോഡിലോട്ടല്ല ആദ്യം പോകുന്നത്. അത് കമ്പ്യൂട്ടറിൽ പഠിച്ചുകൊണ്ട് അവിടെ നിന്ന് ഗ്രൗണ്ടിൽ ഓടിച്ച് പഠിച്ചതിന് ശേഷം റോഡിലിറക്കി പരിശീലിപ്പിക്കുന്ന, വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലെ ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ പരിശീലനങ്ങളും നടത്തുന്ന ഒരു ഡ്രൈവിംഗ് സ്കൂൾ, ഏറ്റവും നല്ല ഡ്രൈവിംഗ് സ്കൂളായിരിക്കും. 23 സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 10 സ്ഥലത്താണ് ആദ്യമായി തുടങ്ങാൻ. നല്ല ലൈസൻസ് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ഗവൺമെൻറ്റിന് വളരെ നിർബന്ധമുണ്ട്. കാരണം അപകടം കുറയ്ക്കുക എന്നുള്ളതാണ്, ആക്സിഡൻ്റൽ ഡെത്ത് കുറയ്ക്കാൻ വേണ്ടി.